ഞാൻ കൊങ്ങിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഞാൻ കമ്മിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല. അപ്പൊ നിങ്ങൾ 99% നിരീശ്വരവാദി, ഞാൻ 100% നിരീശ്വരവാദി. അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയത് അയ്യോടാ എന്തൊരു പാവട, സൂപ്പർ സ്റ്റാർ പക്ഷെ എന്ത് ഗതികെട്ടവരാണ്. നാരദൻ കാണാനൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഷെയ്ഡ് വേറെയാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താലല്ലേ നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ ഗ്രോ ചെയ്യും. ഞാനും എല്ലാം തികഞ്ഞിട്ട് വന്നൊന്നുമല്ലല്ലോ, ഇങ്ങനെ ചെയ്തല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. സലീംകുമാറിന്റെ മകനാണെന്നൊക്കെ പറയുന്നത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ കണ്ടാ മനസ്സിലാവും. ചന്തുവിന്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരുന്നു? കമലഹാസൻ സാറിന് അങ്ങനെ കാണാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ല. പുള്ളി നമ്മളെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയുന്നത് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു പുള്ളിനെ, വേറെ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഞാനും ബാലും കൂടി തമിഴ്നാട്ടിലെ തിയേറ്ററിൽ പോയിരുന്നു. അപ്പൊ അവിടെ കിട്ടുന്ന റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നല്ല. ഞങ്ങള് സുഭാഷിനെ രക്ഷിച്ച ആൾക്കാരാ. അപ്പൊ ഞങ്ങളോട് അത് സ്നേഹം വേറെയാ. അവരല്ലാതെ ഞങ്ങള് മലയാളികൾ കാണുന്ന പോലെ നമ്മളെ ബാലു, ചന്തു അങ്ങനെ ഒന്നല്ല കാണുന്നത്. അവര് ആ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മളെ കാണുന്നത്. നല്ല നടനാവുന്ന ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. ഞാൻ ആക്ച്വലി ഞെട്ടിയുടെ പരിപാടി എങ്ങനെയും ചെയ്ത് എനിക്ക് സ്ക്രീനിൽ ആൾക്കാരുടെ കൂടെ ഒന്ന് കാണണം, അത് എങ്ങനെ വർക്കാവുമെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. ഈ തല്ലും നമ്മൾ ആസ്വദിച്ചു. ശരിക്കും റിയൽ ലൈഫിൽ തല്ലുണ്ടാവുന്നു, കാര്യമുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അല്ല. സാധാരണ വെറുതെ ഇടിക്കാരെ ലോക്കൽ ഇടിക്കാരുടെ പടം ചെയ്തപ്പോ ഇതാണ് എന്റെയൊക്കെ അവസ്ഥയായിരുന്നു, ഞങ്ങളുടെയൊക്കെ അവസ്ഥയായിരുന്നെങ്കിൽ ബോക്സിംഗ് പടം ചെയ്യുന്ന അവന്മാരുടെ. അപ്പൊ ഞാനിങ്ങനെ കാണുമ്പോൾ ഗണപതിനെ കണ്ടപ്പോ എന്തെങ്കിലും വെച്ചു പുതിയതായിട്ട് തല്ലോടാ. നമ്മളൊരു സീരിയസ് കഥാപാത്രം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണലി കരയുന്ന ഒരു സീക്വൻസ് ചെയ്തിട്ട് അത് കണ്ട ആൾക്കാർ കരഞ്ഞില്ലെങ്കിലും നമ്മൾ സേഫ് ആണ്. മറ്റുള്ളവരുടെ പെർഫോമൻസ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സേഫ് ആണ്. ഒരു കോമഡി പറഞ്ഞിട്ട് ചിരിച്ചില്ലെങ്കിൽ നടികർ ഫിലിമിന്റെ വിശേഷങ്ങളുമായിട്ട് ടോവിനോയുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, ചന്തു ഉണ്ട്, ദിവ്യ പിള്ളയുണ്ട്. ഹായ്. ഹലോ. കണ്ടിട്ടൊരു കളർ പടമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ തല്ലുമാലയുടെ ഒരു കളറിന് ശേഷം ടോവിനോ കുറച്ചുകൂടെ ഒരു കളർഫുൾ ആയിട്ടൊരു പടത്തിൽ വരുന്നതായിട്ടാണ് ഫീല്. എന്താണ് ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. പോസ്റ്റർ ഡിസൈനും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു കളർഫുൾ സിനിമയുടെ ഒരു ഫീൽ ഉണ്ട്. കളർഫുൾ ആണ് കാര്യം. ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമ ആയതുകൊണ്ട് തന്നെ പല കളേഴ്സിനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. നമ്മളത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ തല്ലുമാലയായിട്ട് ഈ കളറിലുള്ള സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ ഈ സിനിമ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. തല്ലുമാല ഒരു പൊന്നാനി പോലത്തെ ഒരു സ്ഥലത്തുള്ള കുറച്ച് പിള്ളേരുടെ അങ്ങനത്തെ ഒരു കഥയാണ് പറഞ്ഞതെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു സിനിമാ നടനും അയാളുടെ കൂടെയുള്ള ആൾക്കാരും അയാൾ പരിചയപ്പെടുന്ന ആൾക്കാരും അങ്ങനെ ഇയാളൊരു ഇമോഷണൽ ജേണിയാണ്, കമ്മിങ് ഓഫ് ഏജ് പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെ വരുന്ന സമയത്ത് കളറിനും സാധ്യതകളുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ കാണിക്കാനുള്ളതും സാധ്യതകളുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ മെയിൻ സിനിമയുടെ കഥയും കൂടെ ആ സീനുകളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് തന്നെയാണ്. എന്തായാലും കളറാവും. അതെ അതെ. ഈ സിനിമയെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടാളും കമലഹാസൻ സാറിനെ കാണാൻ പോയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? സാറ് വന്ന് കയറുന്ന സമയത്തൊക്കെ എന്താ നമ്മുടെ ഒരു പ്രൗഡ് ഫീൽ എന്തായിരുന്നു? ശരിക്കും നമ്മള് ആഗ്രഹിച്ചതാണ്, പക്ഷെ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു പരിപാടി ആയിരുന്നില്ല. കാര്യം ആ പടം ശരിക്കും കമലഹാസൻ സാറിന്റെ ഗുണ എന്ന സിനിമേനെ അത് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമയില്. അപ്പൊ നമ്മള് പടം നമ്മൾ കമലഹാസൻ സാറൊക്കെ പടം കാണുമായിരിക്കുമല്ലേ എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു നമ്മൾ നിന്നിരുന്നത്. പെട്ടെന്നൊരു കോള് വന്നു പോവാം. അപ്പൊ നമ്മള് അപ്പോഴും നമ്മുടെ മനസ്സിനും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കണ്ടപ്പോഴായിരുന്നു നമ്മൾക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാത്തിന്റെ ഒരു വേറെ അവസ്ഥയിലെത്തിയിട്ട് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി എല്ലാവരും. അതൊരു ചിദംബരമായിരുന്നു കൂടുതൽ സംസാരിക്കുന്നത്, നിങ്ങളൊക്കെ അധികം സംസാരിച്ചോണ്ടിരുന്നത്. എന്തായിരുന്നു ചന്തുവിന്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. കമലഹാസൻ സാറിന് അങ്ങനെ കാണാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ല. പുള്ളി നമ്മളെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയുന്നത് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു പുള്ളിനെ, വേറെ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പടം നമ്മളെ ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഹിറ്റ് ആവുക എന്നൊക്കെ പറയുന്നത് ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കുറച്ച് പിള്ളേർ അവിടെ പോയിട്ട് നമ്മുടെ സിനിമയായിട്ട് പ്രൊമോഷനായിട്ടിരിക്കുമ്പോൾ അതും കമലഹാസൻ സാറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴൊക്കെ തമിഴ്നാട്ടിലുണ്ടാക്കിയ ഒരു ഓളമൊക്കെ അതൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ വരുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ട്? ചന്തു ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പരിപാടി. അല്ല, ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഫസ്റ്റ് പടം പോലെ ചെയ്യുന്ന ഒരു പടത്തിൽ തന്നെ ഇങ്ങനെ പെട്ടെന്നൊരു റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. അപ്പോ തമിഴ്നാട്ടിലൊക്കെ നമ്മളിപ്പോ തിയേറ്ററിൽ തന്നെ പോയി
തമിഴ്നാട് തിയേറ്ററിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. ഞാനും ബാലു കൂടി തമിഴ്നാട്ടിലെ തിയേറ്ററിൽ പോയിരുന്നു. അപ്പൊ അവിടെ കിട്ടുന്ന റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നല്ല. അവർക്ക് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷിനെ രക്ഷിച്ച ആൾക്കാരാ. ആസി സുഭാഷ് രക്ഷപ്പെട്ട ആളും വേറൊരു ഇതും ഞങ്ങള് സുഭാഷിനെ രക്ഷിച്ച ആൾക്കാരാ. അപ്പൊ ഞങ്ങളോട് സ്നേഹം വേറെ. അവരെല്ലാതെ ഞങ്ങള് മലയാളികൾ കാണുന്ന പോലെ നമ്മളെ ബാലു ചന്തു അങ്ങനെ ഒന്നല്ല കാണുന്നത്. അവര് ആ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ആ സ്നേഹം വേറെ രീതിയിലാണ് നമ്മളെ എത്തിക്കുന്നത്. നമ്മളും ഒരിക്കലും ഒട്ടും പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ച ഒരു തിയേറ്റർ വിസിറ്റ് അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നില്ല. രാത്രി ഒരു ദിവസം ഇരുന്ന് നമ്മള് കമസാറെ കാണാൻ വേണ്ടി പോയി. അന്നത്തെ ദിവസം രാത്രി നമ്മളിരിക്കുമ്പോ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോയി നോക്കി അടുത്തുള്ള തിയേറ്റർ ഏതാ നോക്കിയിട്ട് വെറുതെ നമ്മൾ ബുക്ക് മൈ ഷോയിൽ നോക്കി അടുത്തുള്ള തിയേറ്റർ നമ്മൾ നോക്കി സത്യം സിനിമ തിയേറ്ററിൽ ഞങ്ങൾ ചുമ്മാ ചെന്നതാ. അപ്പൊ അവിടെ പടം കാണുമ്പോ തന്നെ ആൾക്കാരുടെ ഒരു ഇമോഷനും പരിപാടിയും കാണുമ്പോ നമ്മള് ഇതെന്താ ഇവര് ഇത്രയും വളരെ സിനിമയുടെ ഉള്ളിൽ നിന്ന് കാണുന്ന സിനിമേനെ അത്രയും നെഞ്ചോട് അടുപ്പിച്ച് വെച്ച് കാണുന്ന ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു. നമ്മൾ ഇനിയിപ്പോ നമ്മള് വന്നെന്ന് അറിഞ്ഞിട്ടാണോ അവര് സബ് ടൈറ്റിൽ വായിച്ചൊക്കെ ചിരിക്കുന്നത്. നമ്മളുടെ ആളുകൾ പോലെ മനസ്സിലായിട്ട് ചിരിക്കുന്നത് അവർ സബ് ടൈറ്റിൽ വായിച്ച് മനസ്സിലാക്കി ചിരിക്കുന്നത് കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ. അങ്ങനെയൊക്കെയാ. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു ഫീൽ ആയിരുന്നു അവിടെ. നമ്മളും ആദ്യം വിചാരിച്ചപ്പോ മലയാളികളായിരിക്കും അത്രയും. അതല്ലാതെ തിയേറ്റർ നമ്മള് അവിടെ ഇറങ്ങി ഒരാഴ്ചക്കുള്ളിലാണ് നമ്മൾ ചെന്നേക്കുന്നത്. അപ്പൊ അത്രയും ഒരു വലിയ ഹൈപ്പിലേക്ക് അവിടെ പടം എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച മലയാളികളായിരിക്കും തിയേറ്ററിൽ. പക്ഷെ എല്ലാം മലയാളികളായിരുന്നില്ല, അവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു കൂടുതൽ. അപ്പൊ അതൊരു ഭയങ്കര രസമുള്ള ഫീൽ ആയിരുന്നു. നമ്മളെ ഒട്ടും അറിയാത്ത ആൾക്കാര് നമ്മളവിടെ കണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു, ഭയങ്കര കാര്യമായിട്ട് നമ്മളെ സിനിമനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മലയാള സിനിമനെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് അവിടെ ചെന്ന് അങ്ങനെ നിൽക്കാൻ പറ്റിയത് വലിയൊരു അഭിമാനമുള്ളതും ഭയങ്കര എല്ലാവർക്കും പ്രൗഡാണ്. പുതിയ നമ്മുടെ സിനിമകളൊക്കെ അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. ഇപ്പോ ദിവ്യ ശരിക്കും കളയിലുണ്ടായിരുന്നു. ഇപ്പൊ തല്ലുമാലയിലും കളയിലും ഒക്കെ ടോവിനോ അസാധ്യമായിട്ട് പണിയെടുത്തത് നമുക്കറിയാം. പണിയെന്ന് വെച്ചാൽ ഫിസിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മെന്റലി ചെയ്യുന്നത് പോലെ അല്ല, ഫിസിക്കലി ഒരു സാധനം ചെയ്തു. അപ്പം കളയിലുണ്ടായിരുന്ന സമയത്ത് അറിയാലോ അവിടുത്തെ ഒരു അധ്വാനം, അവിടുത്തെ സംവിധാനവും കണ്ടിട്ട്. അതേപോലെ ഈ സിനിമയിൽ എന്തൊക്കെയാണ് അത്തരത്തിൽ അധ്വാനിച്ചിട്ടുള്ളത്? ഇതില് ഞാൻ ടോവിയുടെ ടോവിയുടെ അമ്മയായിട്ടാണ്. അപ്പൊ ചെറുപ്പകാലല്ലേ കാണിക്കണേ. അപ്പൊ ആ ടോവി ആയിട്ടുള്ള ഇന്ററാക്ഷൻ സീൻസ് ഇല്ല അതിനകത്ത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ടോവിയുടെ ചെറുപ്പകാലാണ്. അപ്പൊ അതില് ടോവി ആയിട്ടുള്ള ഇതില്ല. ഒരു സീനിൽ മാത്രം. പക്ഷെ അതിലും നമ്മള് രണ്ടുപേരും സീനിലില്ല. ഇങ്ങനെ ആ പാട്ടിൽ അവസാനം മോനെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പൊ ടോബി അങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കുന്ന ഒരു സീൻ പോലെയാണ് അത്. ഭയങ്കര എനിക്കൊരു ഭയങ്കര ഇമോഷണൽ ആയി. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്തപ്പോഴും ഭയങ്കര ഒരു ടച്ചിങ് ഒരു ഫീൽ പോലെ എനിക്ക് തോന്നിയ ഒരു ക്യാരക്ടർ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ ടോവിയുടെ അമ്മയല്ലേ, ഈ കളയുടെ അനുഭവം പറയുമ്പോൾ കള വേറിട്ടൊരു സിനിമയും കൂടിയാണ്. ഒരുപക്ഷെ നമ്മള് കുറച്ചൊരു സാഹിത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഭൂമിയിൽ കുരുക്കുന്നതൊക്കെ എല്ലാം നമുക്ക് വിളകളാണ് സത്യത്തിൽ. പക്ഷെ ചിലരൊക്കെ ചിലതിനെയൊക്കെ കളകളായിട്ട് കാണും, ചിലതിനെ വിളകളായിട്ടും കാണും. ഇത്തരത്തിലുള്ള ഫിലോസഫിക്കലായിട്ടൊക്കെ ഒരുപാട് എന്താ പറയാ നിരൂപകർ വാഴ്ത്തുന്ന ഒരു സിനിമയും കൂടിയാണ്. അതിന്റെ ഭാഗമാവുന്ന സമയത്ത് ഒരു സ്റ്റണ്ടും സാധനങ്ങളൊക്കെയാണ് മെയിൻ ലെയറിൽ പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ലെയർ ആ സമയത്ത് വായിക്കുന്നുണ്ടായിരുന്നു. കഥ എനിക്ക് പറഞ്ഞു തന്നപ്പോഴും രോഹിത് ആയിരുന്നു ഫുൾ എനിക്ക് എന്നെ നെറേറ്റ് ചെയ്ത് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത് രോഹിത ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് തന്നെ. അങ്ങനെ വായിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സ്ക്രിപ്റ്റ് വായിക്കല് ഞാൻ മലയാളത്തിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുക ചെയ്യാം. കഥ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനെയാണ് പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കഥ കേട്ട് ആ ക്യാരക്ടർ മനസ്സിലാക്കി. വിദ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, എങ്ങനെയാണ് അവർ എവിടെ നിന്നാണ് വരുന്നത്, ലൈക്ക് ഇവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ അങ്ങനെ മനസ്സിലാക്കി ചെയ്ത ക്യാരക്ടറാണ് വിദ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇതിൽ കുറച്ചും കൂടെ നടികരിൽ വരുമ്പോൾ എൻ്റെ ഡേവിഡിൻ്റെ അമ്മയായിട്ട് അതിലും കുറേ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു ഇന്റർകാസ്റ്റ് മാരേജ്, അങ്ങനെ അതിലുണ്ടാവുന്ന മോൻ. കഥ എനിക്ക് ഫുൾ പറയാൻ പറ്റും. ഞാൻ പിന്നെ പറഞ്ഞു തുടങ്ങിയാൽ അതിന്റെ കഥ പറഞ്ഞു പോകും. കഥയിലാണെങ്കിലും നമുക്ക് മുമ്പേ ബ്രീഫ് കിട്ടിയിരുന്നത് ഇപ്പൊ നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്ന സീനുകളല്ലാതെ ഇവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കുമല്ലോ. ആ ബാക്ക് സ്റ്റോറി നമുക്ക്
എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഇവര് തമ്മിലുള്ള ഒരു ഈക്വേഷൻ വെച്ച് മനസ്സിലാക്കാം. അതായത് ആ ക്യാരക്ടർ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അന്ന് മഴയൊക്കെ ഉള്ള ഒരു ദിവസം ഇങ്ങനെ പുറത്ത് നോക്കിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചോട്ടെ, അച്ഛൻ കാണുമെന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറത്താണോ താമസിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പോലും ഞാൻ ഒരു സിഗരറ്റ് വലിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ സിഗരറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവര് ചിലപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഭയങ്കര അടിച്ചു പൊളിച്ച് നടന്നിരുന്ന 2 ആൾക്കാരായിരിക്കും. ഇവിടെ വന്നിട്ട് അച്ഛന്റെ സ്വത്തും ഇവൻ സക്സസ്ഫുൾ ആയില്ല, പിന്നെ അച്ഛന്റെ സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അവിടെ ഒരു ഗൃഹനാഥനും ഗൃഹനാഥയൊക്കെ ആയിട്ട് ജീവിക്കുന്ന അങ്ങനെ അത് ആ ഒരു ഒറ്റ ഡയലോഗിൽ തന്നെ എനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതേപോലുള്ള കുറെ ബാക്ക് സ്റ്റോറീസ് ആണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് പെർഫോമൻസിനും ഹെൽപ്പ് ചെയ്തിരുന്നു. ശരിക്കും മാത്തൻ, അപ്പു ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ടോവിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചത്. നമ്മളൊരിക്കലും ഇപ്പോഴും മാത്തൻ പോലെ ആവാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ ഒരു മനസ്സുണ്ട്. ഇപ്പൊ ഞാനൊക്കെ മാത്തനാവാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഒരു നടപ്പെന്ന് പറയുന്നത്. മാത്തൻ ഭയങ്കര ക്യൂട്ടായിട്ടും അപ്പും അതേപോലെ തന്നെയാണ്. ചില പ്രണയനഷ്ടങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുമല്ലോ. അത് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെയാണ് കടന്നു വന്നത്. പക്ഷെ എങ്കിലും ചില ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നാരദനും കാണായൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഷെയ്ഡ് വേറെയാണ്. ഇതേപോലെയുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല എന്നറിയാം. പക്ഷെ ആ ചൂസ് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ അല്ല, എനിക്ക് ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആസ് എൻ ആക്ടർ നമ്മളെ അങ്ങനെ ചലഞ്ച് ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താലല്ലേ നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ. ഞാനും എല്ലാം തികഞ്ഞിട്ട് വന്നൊന്നുമല്ലല്ലോ. ഇങ്ങനെ ചെയ്തല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ പഠിക്കാനുള്ള കഴിവൊന്നുണ്ടാവും. അതായത് പുതിയൊരു ലേണിംഗ് സ്കിൽസ് നന്നാവും. അത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഓരോ സിനിമയ്ക്കും നമ്മൾ എന്ത് നമുക്ക് അഡീഷണലി നമ്മളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇട്ട് പുതിയതായിട്ട് ചെയ്യാം. അതായത് വേറെ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ എന്ത് രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നാലോചിച്ച് അങ്ങനെയൊക്കെ ആലോചിക്കാൻ തന്നെ പറ്റുന്നത് പലതരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ്. തീർച്ചയായും അതിലെ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സ്നേഹത്തിനേക്കാളും അപ്പുറത്ത്, എന്നോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹത്തിനേക്കാളും അപ്പുറത്ത് ഞാനൊന്ന് ആക്ടറിനെ ഒന്ന് അംഗീകരിക്കപ്പെടുക, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക, ഇത് തന്നെയാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ കോമഡി ഒരുപാട് ചെയ്യുന്ന സമയത്തും ജാനേമനിൽ വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിടി പിടിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു, ഓ രസമല്ലേ ഇത്, തിരിച്ചിടുമ്പോൾ ഭയങ്കര രസമാണ്. നിങ്ങളെ അങ്ങനെ കാണാത്തപ്പോൾ ആ മുഖത്തിൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് അഭിനയിക്കുന്ന സമയത്തും ആ ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്തും ഞാൻ ഈ അനുഭവിച്ചതുപോലത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അല്ല, ഈ ടോമി നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആക്ടറിന്റെയും വലിയ സ്വപ്നം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഒരു നല്ല നടനാവണ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. അത് ഈ പറഞ്ഞ പോലെ ഓരോ സമയത്ത് നമുക്ക് വന്ന് വരുന്നതാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ എക്സൈറ്റ്മെന്റ് അത് വേറെ രീതിയിൽ തന്നെ ആയിരിക്കുള്ളൂ. പറഞ്ഞ പോലെ ആദ്യം അത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് ചിതുവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഞെട്ടിയടാ, ഈ ക്യാരക്ടർ തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് എക്സൈറ്റഡ് ആയി. അപ്പൊ എനിക്ക് ചിതുവിന് അതിന് എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടാകുന്ന ഞാൻ ചോദിച്ചു. അവരത് ഓക്കെ, നിന്നെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങി എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പരിപാടി എങ്ങനെയും ചെയ്ത് എനിക്ക് സ്ക്രീനിൽ ആൾക്കാരോട് ഇന്ന് കാണണം, അത് എങ്ങനെ വർക്ക് ആവും അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. വർക്കായപ്പോ ഭയങ്കര സന്തോഷം. പക്ഷെ ഇനിയും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഹ്യൂമർ മാത്രമല്ലാതെ ഇപ്പൊ മാണിക്കക്കല്ല് എന്നുള്ള സിനിമ ഒക്കെ ഉണ്ട്, ഞാൻ അതിനകത്തൊരു ക്ലൈമാക്സിനോടൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് ഓൾറെഡി ബാലു പ്രൂവ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. തീർച്ചയായിട്ടും. ഇത് ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ, ക്യാരക്ടർ പിടിച്ചു പോകുമ്പോൾ നമ്മൾ വേറൊരു സൈഡ് പിടിച്ചാണല്ലോ ശീലിച്ചിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മാറ്റം വരുന്നു. പക്ഷെ എവിടെയെങ്കിലും ഈ സാധനം മാറിയിട്ട് ചിലപ്പം പ്രാങ്ക് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന ഒരു സ്റ്റേജിലൂടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒക്കെ ക്യാരക്ടർ ഇങ്ങനെ പിടിച്ചു പോകുമ്പോഴേ ആ പിടുത്തം എവിടെയെങ്കിലും ഒക്കെ ലൂസ് ആയിട്ടുള്ളതായിട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ രണ്ടാമത് പോയി നോക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും ഒന്ന് താഴ്ന്നു പോയതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഫീൽ ഉണ്ടായിരുന്നു ആ സിനിമ ചെയ്യുന്നത്, ജാനമൻ ചെയ്യുന്ന സമയത്ത്? എനിക്കങ്ങനെ അറിയില്ല. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ മാക്സിമം നോക്കിയിരിക്കുന്നത്. ഇല്ലെന്നാ തോന്നുന്നത്. കോമഡി ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മര്യാദക്ക് ചെയ്യാം. സീരിയസ് റോൾസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഒരിക്കലായിരിക്കും എന്ന് പറയുന്നത്. കാരണം കോമഡി ചെയ്ത് ഫലിപ്പിച്ച് എന്തും ചെയ്യാൻ പറ്റും. അതെ, നമ്മളൊരു സീരിയസ് കഥാപാത്രം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണലി കരയുന്ന ഒരു സീക്വൻസ് ചെയ്തിട്ട് അത് കണ്ട ആൾക്കാർ കരഞ്ഞില്ലെങ്കിലും നമ്മൾ സേഫ് ആണ്. മറ്റുള്ള പെർഫോമൻസ് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സേഫ് ആണ്. ഒരു കോമഡി പറഞ്ഞിട്ട് ചിരിച്ചില്ലെങ്കിൽ പണിവാള്. ചന്തു ശരിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും അതിന് ശേഷമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, സലിംകുമാറിന്റെ മകനാണെന്നൊക്കെ പറയുന്നത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ കണ്ടാ മനസ്സിലാവും. പക്ഷെ കർഷകൻ, അച്ഛൻ കർഷകനാണെന്നൊക്കെ അനിയനാണ് അനിയനാണ് പറഞ്ഞത്. അനിയനാണ് അങ്ങനെ പറഞ്ഞത്.
ഇപ്പോഴും ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ പറയാറുണ്ട്, കൃഷിക്കാരനാന്നൊക്കെ പറയും. അതെ, എന്തുകൊണ്ടാണ് അത് കൃഷിക്കാരനാന്ന് പറയുന്നതിന് കുറെ ഇതുണ്ട്. കാശ് കടം ചോദിച്ചാൽ കൊടുക്കണ്ട, അങ്ങനെ കുറെ അവന് കുറെ ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഈ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട് ചെല്ലുമ്പോ കമന്റ്സ് ഒക്കെ പറയുമല്ലോ. അത്യാവശ്യം പടം കണ്ടായിരുന്നു അച്ഛൻ, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടില്ലേ? ആ സമയത്ത് കമന്റ്സ് ഏത് രീതിയിലായിരിക്കും പറയാ? അച്ഛൻ തമാശക്കായിരിക്കും പറയാ, അതെ വളരെ സീരിയസ് ആയിട്ട് വന്ന് സംസാരിക്കും? സിനിമ കണ്ടിട്ട് സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. എല്ലാവരും ഫോൺ ചെയ്തായിരുന്നു, എല്ലാവരും വിളിച്ച് ഭയങ്കര കാര്യമായിട്ട് തന്നെ സംസാരിച്ചത്, വളരെ സീരിയസ് ആയിട്ടായിരുന്നു. സനിമേണ്ട അല്ലെങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോ തമാശ അല്ലാതെ ഇവിടെ സംസാരിക്കില്ല. സിനിമയുടെ കാര്യത്തിൽ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. എന്റെ അടുത്തും സംസാരിച്ചത് സീരിയസ് ആയിട്ടായിരുന്നു. ടോവിനോ, ശരിക്കും ഈ തല്ലുമാല ശരിക്കും തല്ലുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പക്ഷെ ചില സമയത്ത് രണ്ടടി കിട്ടണമെന്ന്, ഇപ്പൊ ജംഷിക്കും വാസിക്കും ഒക്കെ രണ്ടടി കിട്ടണമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കൊണ്ടുപോയായിരുന്നു. മറ്റേ തല്ലിന്, കളയിലെ തല്ലിനൊക്കെ ഒരു കാരണമുണ്ട്, ഇല്ലെങ്കിൽ ആ തല്ലിനൊരു ബേസ് ഉണ്ട്. പക്ഷെ ഈ തല്ല് നമ്മൾ ആസ്വദിച്ചു. ശരിക്കും റിയൽ ലൈഫിൽ തല്ലുകൾ ഉണ്ടാവുന്നത് കാര്യമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അല്ല, എന്താ കാര്യം എന്നെ നോക്കി അതിനൊക്കെയാണ് തല്ലുകള് ഉണ്ടാവുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ നമുക്ക് അവതരിപ്പിക്കാം. അത് കൺവിൻസിംഗ് ആയിട്ട് ആൾക്കാർക്ക് തോന്നിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ കൂട്ടം കൂടി തല്ലുകൂടുക എന്നൊക്കെ പറയണത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കാനൊക്കെ അല്ലേ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. വെറുക്കാനും തല്ലുകൂടാനും നമ്മൾ പഠിപ്പിക്കേണ്ടത് തന്നെ ഒരു ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെറുപ്പത്തിൽ നമ്മൾ വഴക്ക് കൂടാനായിട്ട് നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു ഇത് ഇങ്ങനെ വന്ന് നമ്മൾ ഇടിയിലേക്ക് ചെന്ന് കലാശിക്കുകയാണ്. പക്ഷെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും നമ്മൾ അതിന്റെ ഒരു ബാലൻസ് കണ്ടെത്തുന്നേ ഉള്ളൂ, പഠിക്കുന്ന കാര്യത്തിന്റെയും ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യത്തിന്റെയും. തല്ലുമാല പോലത്തെ ആ സിനിമയുടെ ഒരു ഇതെന്ന് വെച്ചാൽ, അതും എനിക്കും റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള, ഒരു ഇടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇടി കാലാകാലത്തേക്ക് ഒരു വെറുപ്പിലല്ല അവസാനിക്കുന്നത്. ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് നോക്കിയാലും ആദ്യം ജംഷിയും വസീമും തമ്മിൽ അടി ഉണ്ടാവുന്നതും, അത് കഴിഞ്ഞ് വികാസ് രാജേഷും തമ്മിൽ അടി ഉണ്ടാവുന്നതും, ഇവരൊക്കെ തമ്മിൽ അടിയാവുന്നതും, ഇതൊക്കെ കഴിഞ്ഞ് ഇവരാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഈ സിനിമയിൽ. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇപ്പോ ഷൈൻചാന്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ വന്നിട്ട് ആ ഇടി കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിൽ ഇവര് ദുബായി പോകുന്ന സമയത്ത് ഇയാളും ഉണ്ട് കൂടെ. അപ്പൊ ഒരു അടി കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം. അതാണ്, അതായത് ഈ പറഞ്ഞ പോലെ തുല്യശക്തികൾ തമ്മിൽ അടിച്ച് തീരുമാനിക്കുകയാണ് സൗഹൃദത്തിലേക്ക് എത്താം എന്നുള്ള പോലെ. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട്. വഴക്കുണ്ടാക്കിയവരാണ് പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളത്. അതിനകത്ത് വർക്ക് എന്ന് പറയുന്നത് ജംഷിയും അതേപോലെ ഖാലിദ് റഹ്മാനും ഒക്കെ അസാധ്യമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ലുക്മാന്റെ കല്യാണം പോലും, ഡേറ്റ് പോലും ലുക്മാൻ മറന്നു പോകുന്ന രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചു. അത്രയ്ക്കൊരു വർക്കായിരുന്നു ആ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. മറന്നു പോകണല്ലോ, മറക്കണതാ നല്ലത്. അപ്പൊ ആ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ ഒരു പ്രൊഡക്ഷൻ? ആ പടത്തിന്റെ വർക്കിംഗ് സ്റ്റൈലിനേക്കാളും റഹ്മാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന പടത്തിനകത്ത് ലുക്മാനും നസ്ലിനും നമ്മുടെ ഗണപതിയും ഒക്കെയാണുള്ളത്. അതൊരു ബോക്സിംഗ് പടമാണ്. അതായത് സാധാരണ വെറുതെ ഇടിക്കാരെ, ലോക്കൽ ഇടിക്കാരുടെ പടം ചെയ്തപ്പോ ഇതാണ് എന്റെയൊക്കെ അവസ്ഥയായിരുന്നു, ഞങ്ങളുടെയൊക്കെ അവസ്ഥയായിരുന്നെങ്കിൽ ബോക്സിംഗ് പടം ചെയ്യുന്ന അവന്മാരുടെ. അപ്പൊ ഞാനിങ്ങനെ കാണുമ്പോൾ ഗണപതിനെ കണ്ടപ്പോ എന്തിനാ വെച്ചു, പുതിയതായിട്ട് തല്ലോ. ലുക്മാൻ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതെ, ഗണപതി പോകുന്നുണ്ട്. ഈ സിനിമ കണ്ടോ? ഡബിങ് കഴിഞ്ഞിട്ട് ഡബിങ് സ്റ്റേജിലാണോ കണ്ടത്? ഇല്ലില്ല, ഞാൻ ഡബ് ചെയ്തിട്ടില്ല ഈ സിനിമയില്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ തന്നെ ശബ്ദം കൊടുക്കണം. പക്ഷെ ദേ വോണ്ട് വേറെ ഒരു കുറച്ചുകൂടെ, ഞാൻ അനൂപിന്റെ അടുത്ത് ചോദിച്ചിരുന്നു എനിക്ക് ഡബ് ചെയ്യണം. അപ്പൊ പറഞ്ഞില്ല ദിവ്യ, കുറച്ചുകൂടെ പരിചയമുള്ള വോയിസ്, ഒരു കുറച്ചുകൂടെ അമ്മ പരിചയമുള്ള ഒരു വോയിസ് ആണ് വേണ്ടത്. അതുകൊണ്ട് അതായത് നമ്മൾ സേഫായിട്ട് അന്ന് സിംഗ് സൗണ്ട് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട് സേഫായിട്ട്. പക്ഷെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ തീരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പാട്ടിൽ മാത്രമാണ് നമ്മളന്ന് ഇപ്പോൾ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ലേ, അപ്പോൾ ആ പാട്ട് അതിൽ ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഒരു സീനുണ്ട്, എനിക്ക് ആ സീനിൽ അതിലാണ് എനിക്ക് ഡയലോഗ്സ് ഉള്ളത്. അതെനിക്ക് ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് വിഷമം വരും. അപ്പോൾ എനിക്കത് കാണാനായിട്ട് എനിക്കത് ജീൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ടോമി പറഞ്ഞു നന്നായിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അത് കൺവേ ആകുമോ? നമുക്ക് എപ്പോഴും നമ്മളൊരു സീൻ അഭിനയിക്കുമ്പോൾ ചില സമയത്ത് അത് കൺവിൻസിങ് ആയിട്ട്, അതാണല്ലോ ഒരു ആക്ടറിന്റെ അത് ഞാൻ കാണുമ്പോ വരെ ഞാൻ വെരി ബിഗ് ക്രിട്ടിക് ഓഫ് മൈസെൽഫ്. ഞങ്ങൾ നോക്കി വിമർശിച്ചു. ശരിക്കും ഈ പ്രഭുവിന്റെ മക്കൾ പോലെ ഒരു പടം അഭിനയിക്കുന്ന സമയത്ത് അത് സജീവൻ അന്തിക്കാടിനെ പോലൊരു യുക്തിവാദിയായിട്ടുള്ള മനുഷ്യനാണ് അത് ചെയ്യുന്നത്. ആ സമയത്ത്
ടോവിനോ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. ആ സമയത്ത് ആ സിനിമയുടെ ആശയത്തോട് എന്തെങ്കിലും കൂറുണ്ടായിരുന്നു? ഇപ്പൊ ടോവി ഒരു ലെഫ്റ്റ് നിലപാടുകൾ എടുക്കുന്ന ഇടത് നിലപാട് എന്ന് വെച്ചാൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടത് നിലപാട് അത് പറയുമ്പോ ക്ലാരിറ്റിയോട് കൂടി പറയാം, ഇടത് പാർട്ടിക്കാരനല്ല നമ്മള്. പിന്നെന്താ വെച്ചാല് അങ്ങനെ ഇന്ന നിലപാട് ഒരേ നിലപാട് അങ്ങനെ ഉള്ളതിനേക്കാളും ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളൊരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതിനേക്കാളും ഏത് പക്ഷത്താണെന്ന് അങ്ങനെയാണ് ആൾക്കാർ അതിനെ ചിന്തിക്കുകയും ഓക്കെ ഇന്ന ഒപ്പീനിയൻ പറഞ്ഞ സ്ഥിതിക്ക് ഇയാൾ ഈ പക്ഷക്കാരനായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഞാൻ കൊങ്ങിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഞാൻ കമ്മിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. നല്ലതാ. പക്ഷെ എന്താ വെച്ചാല് ഒരു സീസണില് ഇത് ഇങ്ങനെ അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻസ് പറയുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഏത് പക്ഷക്കാരാണോ അതേ സിമിലർ ഒപ്പീനിയൻ പറയുന്നത് ആ പക്ഷത്താണ് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. പക്ഷെ അതിനേക്കാളും ഞാൻ നിഷ്പക്ഷനാണ് തീർച്ചയായിട്ടും. ആ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇടത് ആശയങ്ങളോടുള്ള താല്പര്യം അതിനകത്ത് ഒരു നിഷ്പക്ഷതയുടെ എലമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇടത് ആശയങ്ങളോട് നമുക്ക് താല്പര്യമുള്ളത്. അപ്പോ ആ സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു ആശയത്തിനോട് ഉണ്ട്. ആ ആശയം എനിക്ക് മനസ്സിലായി പലതും. അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഡയലോഗുകളും ഒക്കെ തെളിവില്ല എന്നുള്ളതാണ്, ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്കത് ഭയങ്കര സെൻസ്, അത് കറക്റ്റാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ബാക്കിയുള്ളൊരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇല്ല. അപ്പൊ നിങ്ങൾ 99% നിരീശ്വരവാദി, ഞാൻ 100% നിരീശ്വരവാദി എന്നുള്ള അതൊക്കെ എനിക്ക് ലോജിക്കലി കറക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമല്ല ആ സിനിമയാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സെറ്റിന് അകത്ത് നിന്ന് സിനിമ കാണുകയും സിനിമയിൽ നടക്കുന്ന ഓരോ പ്രോസസ്സുകളും നമുക്ക് അവിടെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ മുതൽ അതിന്റെ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷനിലും എഡിറ്റിംഗ് നടക്കുന്ന സമയത്തും ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മളുടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ആ സിനിമയിലൂടെയാണ് കാണുന്നത്. അതെനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ അങ്ങനെ സിനിമയിൽ സജീവമായിട്ടുള്ള ആൾക്കാരല്ലായിരുന്നു അതിനകത്തുള്ള മുഴുവൻ ആൾക്കാരും. കുറച്ചുപേരൊക്കെ അങ്ങനെ സജീവമായിട്ട് സിനിമയിലുള്ളവരുള്ളൂ. ബാക്കിയെല്ലാം ഈ സിനിമയിലൂടെയാണ് ആ ഒരു സിനിമയിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. ഞാനും അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കത് ഭയങ്കര അങ്ങനെ അത് കാരണം കൊണ്ട് ഭയങ്കര സ്വാതന്ത്ര്യവും ഭയങ്കര അടുപ്പവും എല്ലാവരും തമ്മിലുണ്ട്. ഇപ്പോഴും അതിലുണ്ടായിരുന്നു ഭൂരിഭാഗം പേരുമായിട്ട് അതേ അടുപ്പം തന്നെ എനിക്ക് ഉണ്ട് ആദ്യത്തെ സിനിമയിലുണ്ടായിരുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു രസമുള്ള എന്ന് വെച്ചാൽ ശരിയായ ഒരു അന്വേഷണം പാതയിൽ തന്നെ പോകുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അന്വേഷണം എന്ന് പറയില്ല, വലിയ ജാടയൊന്നും ഇല്ലാതെ. അവസാനത്തെ ഒരു ട്വിസ്റ്റ് മാത്രമേ ഡ്രാമ ആക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു പടമായിരുന്നു. അത് രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന സമയത്ത് എനിക്ക് ആശ്വാസമായിരുന്നു. ടോവി ഇതേപോലെ ഒരു പടം എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് ചെയ്യുന്ന ഒരു പടം ചെയ്യുമ്പോൾ അറിഞ്ഞാണല്ലോ ചെയ്യുന്നത്. ഇത് ഭയങ്കര സ്ക്രിപ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഈ ടെസ്റ്റ് വലിയ ടെസ്റ്റ് ടേണോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പടം മൂവ് ചെയ്യുന്നൊക്കെ പറയുന്നതിനേക്കാളും ആ ഒരു പ്രൊസീജിയർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഡ്രാമ, അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്. അത് കാരണം കൊണ്ടാണ് ആ സിനിമ കമ്മിറ്റ് ചെയ്യാനും കാരണം. ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്. അത് നമുക്ക് അതേപോലെ കിട്ടുകയും ചെയ്തു. ട്വിസ്റ്റും ടേണും ഇല്ലെങ്കിൽ ഈ സാധനം അല്ല, അതിന്റെ ഹൈലൈറ്റ്സ് അതിന്റെ കഥ പറച്ചിൽ രീതി തന്നെയാണ്. ട്വിസ്റ്റും ടേണും അതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ളത് മാത്രം. അത് രസമുള്ള ഒരു പരിപാടിയായിരുന്നു. ബാലു ശരിക്കും ഇപ്പോ ലാൽ ജൂനിയറിന്റെ കൂടെ ഹണിബി ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കിങ് ലെയറിലൊക്കെ വേറൊരു തരത്തിലുള്ള കോമഡിയാണ്. പക്ഷെ ഇതൊക്കെ മാറി വരുന്നുണ്ട്, സിനിമ മാറുന്നതിനനുസരിച്ച് ആ കോമിക് സ്റ്റൈലും ഒക്കെ മാറി വരുന്നുണ്ട്. ഇതിലും കുറച്ചൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങൾ ഫ്ലേവേഴ്സ് ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ അങ്ങനെയുള്ള ചിരിക്കാനുള്ള വകുപ്പുകൾ? ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു കൊമേഡിയൻ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ശരിക്കും ലെനിൻ എന്ന് പറഞ്ഞത്. നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ വേറൊരു സംഭവമാണ്. പക്ഷെ അയാളുടെ കൂടെ ഏറ്റവും 24/7 കൂടെ നിൽക്കുന്ന പോലത്തെ ആൾക്കാരാണ് ഞാനും സുരേഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടറും പി കെ എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ലെനിനും പി കെ ആണ് ഈ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. അപ്പോ ഇയാള് ശരിക്കും വേറെ ആൾക്കാരില്ല, ഇയാളുടെ കൂടെ ഉള്ളത് ഇവര് രണ്ടുപേരും മാത്രമാണ്. അപ്പൊ ഇവരുടെ അടുത്ത് പെരുമാറുന്നതും അതെല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പോ ആ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇയാൾക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ചേട്ടാ അത് ശരിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇയാളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ്. അതല്ലാതെ ഇതൊരു ഒരു കൊമേഡി എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. ഇയാള് തമാശ പറയുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ
എന്റെ ക്യാരക്ടറും ഈ ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറും അതുപോലെ നമ്മുടെ PK എന്നുള്ള ക്യാരക്ടർ ഇവരാണ് ശരിക്കും പറഞ്ഞ ഇയാളെ പാമ്പർ ചെയ്തും പ്രൊട്ടക്ട് ചെയ്തും കൊണ്ടു നടക്കുന്നത്. ഇയാളൊരു വലിയൊരു കുട്ടിയാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വലിയൊരു കുട്ടിയാണ്, കുറെ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസും ഒക്കെ ഉള്ള വലിയൊരു കുട്ടിയാണ്. അയാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത അയാളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി നടത്തുകയും ഇയാളുടെ ടാൻട്രംസ് സന്തോഷത്തോടെ സഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ വേറെ ആരും ഇട്ടിട്ട് പോയാലും ഇവര് രണ്ടുപേരും ഇട്ടിട്ട് പോകില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ പ്രിവിലേജുകളൊക്കെ അറിയുകയും അതൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ആള്. പക്ഷെ ഇവര് തമ്മിലും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ കോൺഫ്ലിക്ട്സും അത് കഴിഞ്ഞ് ഇവരുടെ റീകൺസിലിങ്ങും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ സിനിമയുടെ ഇതിൽ. അപ്പൊ ഇതൊരു ഈ കളർഫുൾ അല്ലെങ്കിൽ ഹ്യൂമർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനകത്ത് ഒരു ഭയങ്കര ഒരു ജേണിയാണ്. അതൊരു ഈ പറഞ്ഞ പോലെ ഈ ഡേവിഡ് പടിക്കലിന്റെ ഒരു പ്രോപ്പർ ഫാമിലി ഡ്രാമ അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പ്ലസ് അയാളുടെ ജീവിതമാണ്, അയാളുടെ കൂടെ പോകുന്ന ഒരു ജേണി തന്നെയാണ് ഈ സിനിമ. പരമാവധി സത്യസന്ധമായിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയാണ്, അത് കാരണം കൊണ്ട് റിയലിസ്റ്റിക് ആക്കാം എന്നുണ്ടെങ്കിൽ പോലും വേറൊരാളെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ആക്ടറിനെ നമുക്ക് ബയോപിക് ഒന്നുമല്ലല്ലോ, അങ്ങനെ നമുക്ക് പകർത്താൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഈ ക്യാരക്ടർ ഫിക്ഷണൽ ആയിട്ട് തന്നെയാണ്. പക്ഷെ പരമാവധി ആ ക്യാരക്ടറിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ സത്യസന്ധമായിട്ട് തന്നെയാണ്. ഇമോഷൻസ് ഭയങ്കര ട്രൂ ആയിരിക്കും. കേൾക്കുമ്പോ എന്തായാലും ഒരു കളർ പടമാണ്, പക്ഷെ കാമ്പുള്ള കളർ പടമാണെന്ന് ഞങ്ങള് ഇതിലും വേണമെങ്കിൽ പറയാം, എല്ലാ ഇന്റർവ്യൂലും മുടങ്ങാതെ പറയുന്ന ഒരു സാധനമാണ്. ഗതികെട്ട ഒരു സൂപ്പർ സ്റ്റാറിന്റെ കരളലിയിക്കുന്ന ഒരു കഥ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ പറഞ്ഞിരിക്കുന്നു. അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയത് അയ്യോടാ എന്തൊരു പാവട, ഗതികെട്ട സൂപ്പർ സ്റ്റാർ പക്ഷെ എന്തും ഗതികെട്ടവരാണ്. ഏതായാലും അങ്ങനെ ഒരു കളർ പടം തന്നെ വരട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.